എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിലെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം അതിനെക്കുറിച്ചുള്ള ഒരു എക്സസൈസ് വർക്കൗട്ട് ചെയ്യുണ്ടായി. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഹെഡ് ഓഫീസിന് കൂടുതൽ കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നതും അതും ഹെഡ് ഓഫീസ് ഗുഡ്സ് ഇൻവോയ്സ് പ്രൈസിൽ ബ്രാഞ്ചിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ വരച്ചിട്ടാണ് ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ വിലയിരുത്തിയത്. ഇന്ന് നമുക്ക് അതേ ക്വസ്റ്റ്യൻ തന്നെ ഡെറ്റർ സിസ്റ്റത്തിൽ കൂടി നോക്കിയാൽ എങ്ങനെയാണ് അതിന്റെ ഇഫക്റ്റ് വരുന്നത് നോക്കാം. നിങ്ങൾക്കറിയാം ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് യൂഷ്വലി ഒരു അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. കൺസേൺ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം വരച്ചാൽ നമുക്ക് ആ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കും. സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ തന്നെ കൂടെ മാത്രമേ നമുക്ക് ഒരു ബ്രാഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റി വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബ്രാഞ്ചും ബ്രാഞ്ചിന് മുകളിലുള്ള കൃത്യമായ കൺട്രോളും വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഡെറ്റർ സിസ്റ്റത്തിൽ എന്താണ് ഈ മാറ്റം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ക്വസ്റ്റിലേക്ക് പോകാം. ബ്രദേഴ്സ് ഏജൻസീസ് കല്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് കോട്ടയം which transfers goods at cost plus 20% on cost. From the following particulars, prepare Kottayam branch account under debtor system. Now, stock at branch at the beginning 30,000, debtors at the branch at the beginning 12,000, goods into branch during the year 3,15,000, returns by branch to head office 15,000, cash sales 1,20,000, total sales 2,37,000, receipt from debtors 88,000, discount on allowance to debtors 2,000, returns by debtors 6,000, remittance to branch for expenses 20,000, stock at branch at the closing date 96,000, and finally expenses outstanding on closing date 2,000. നമുക്കിത് എങ്ങനെയൊക്കെയാണ് കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡ് ഓഫ് ദി ബ്രാഞ്ച് അക്കൗണ്ട്. നോക്കിക്കോണം, ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ തന്നെ അവിടെ നമ്മൾ അതിന്റെ ലോഡഡ് പ്രൈസ് കണ്ടുപിടിക്കണം. ആ ലോഡഡ് പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഡെബിറ്റ്, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് ഡെബിറ്റ്, റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ക്രെഡിറ്റ്. അവിടെയും ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നെറ്റ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് കണ്ടുപിടിച്ചിട്ട് ആ ലോഡഡ് പ്രൈസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുക. ക്യാഷ് സെയിൽസ് ക്രെഡിറ്റ്, ടോട്ടൽ സെയിൽസ് നമുക്ക് തൽക്കാലം ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതാനായിട്ടില്ല. പക്ഷെ നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമാണ്, ഇല്ലെങ്കിൽ ആവശ്യമില്ല. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ along with the cash sales, that amount to be shown in the credit side. Discount and allowance to debtors, that will reflected only in debtors account credit side. Returns by debtors, that also to be recorded only in the credit side of the debtors account. Remittance to branch for expenses debit. Stock at branch at the closing date credit. ലോഡഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റോക്ക് റിസർവ് എമൗണ്ട് കണ്ടുപിടിക്കണം, അത് ഡെബിറ്റ് ചെയ്തേക്കുക ബ്രാഞ്ച് അക്കൗണ്ടിൽ. ആൻഡ് ഫൈനലി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്, അത് ക്ലോസിംഗ് ലൈബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് വരുന്നത്. ഓർത്തോണം, ക്ലോസിംഗ് ലൈബിലിറ്റി ടു ബി ഷോൺ ഇൻ ദി ഡെബിറ്റ് സൈഡ്. ഓപ്പണിംഗ് ലൈബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡ് കാണിക്കണമായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ട്, ഞാൻ ഈ ഐറ്റം എല്ലാം ഒന്നും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിക്കാം ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. സോ ആദ്യം നമ്മൾ സ്റ്റോക്കാണ്, ബ്രാഞ്ചിന്റെ സ്റ്റോക്കും അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സ്, ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഓപ്പണിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ബാലൻസ് ബ്രോട്ട് ഡൗൺ, നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് 30,000,
നമുക്കറിയാം അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ലോഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് റിസർവ് എമൗണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വർക്കൗട്ട് ചെയ്തതാണ്. അത് കാണാത്തവർക്ക് നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റിനെ 100% ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് കോസ്റ്റ് ഈസ് 100%. Therefore ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 20 120. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് റിസർവിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30,000 ഇൻറ്റു 20 divided by 120, which is equal to 5,000. So credit side of the branch account, stock reserve 5,000. നമുക്കിനി അടുത്ത വേണ്ടത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണ്. അത് 12,000 ആണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കാവുന്ന എമൗണ്ട് ആണ് ഇത്. അത് ഞാൻ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ഓർത്ത് വരേണ്ട ആവശ്യമില്ല. കാര്യം ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് വരയ്ക്കേണ്ട കാര്യമുണ്ടാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് ആണ്. 3,15,000 ഗുഡ്സ് റിട്ടേൺ 15,000 ഉണ്ട്. നമുക്ക് ആ രണ്ടും റെക്കോർഡ് ചെയ്യാം. ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡ് ആണ്. 3,15,000. ദെൻ ഗുഡ്സ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നമുക്ക് ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് അക്കൗണ്ട് ആയിട്ട് തന്നെ കാണിച്ചാൽ മതി. ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് 15,000. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ലോഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന്റെ നെറ്റ് ഗുഡ്സ് ഇൻടു ബ്രാഞ്ചിന്റെ ആണ്. സോ ഇവിടെ ഞാൻ അതിന്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് 3,15,000, ഗുഡ്സ് റിട്ടേൺ 15,000. ഹെൻസ് നെറ്റ് ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. നമുക്ക് അതിന്റെ ലോഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. 3 lakh ഇൻടു 20 divided by 120, which is equal to 50,000. സോ ഗുഡ്സ് ഇൻടു ബ്രാഞ്ച് നമുക്ക് ഒന്നും കൂടെ മെൻഷൻ ചെയ്യണം. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണിക്കാം ലോഡർ പ്രൈസ്. ദാറ്റ് ഈസ് 50,000. ഇനി നമുക്ക് അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസും റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സും കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കണം. 1,20,000 88,000. സോ റെമിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരുമിച്ചാണ് കാണിക്കുന്നത്. ബാങ്ക് 1,20,000 പ്ലസ് 88,000. അത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും 2,08,000 ആണ് വരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ സെയിൽസ് നമുക്ക് തൽക്കാലം റിലവന്റ് അല്ല. ഡിസ്കൗണ്ടും റിട്ടേൺസും എല്ലാം ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണ് പോകുന്നത്. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. സെയിൽസ് നടന്ന പൈസ ക്രെഡിറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ളത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റിലാണ് ഹെഡ് ഓഫീസ് കാണിക്കുന്നത്. ബാങ്ക് 20,000. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 96,000 എമൗണ്ട് ഒന്ന് കാണിക്കണം. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് ആണ്. 96,000. ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ സ്റ്റോക്ക് റിസർവ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോക്ക് റിസർവിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 96,000 ഇൻറ്റു 20 divided by 100. 96,000 into 20 divided by 120, which is equal to 16,000. എന്തായിട്ട് എഴുതാനാണ് ഞാൻ പറഞ്ഞേ? സ്റ്റോക്ക് റിസർവ് ആയിട്ട് വേണം, ഡെബിറ്റ് സൈഡിൽ വേണം അതിന്റെ പോസ്റ്റിംഗ് വരേണ്ട. കാര്യം സ്റ്റോക്കിന്റെ നമ്മൾ ക്രെഡിറ്റിൽ വന്ന 96,000നെ 80,000 ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി 60,000ന്റെ ഒരു ഇഫക്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ക്ലോസിംഗ് ലൈബിലിറ്റി ആണ്. ക്ലോസിംഗ് ലൈബിലിറ്റി എവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ഔട്ട്സ്റ്റാൻഡിംഗ്
എക്സ്പെൻസസ്. ഇനി നമ്മൾ നോക്കുക, നമ്മളിവിടെ ക്ലോസിംഗ് അസറ്റ് ആയിട്ട് ബ്രാഞ്ച് സ്റ്റോക്കിനെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പണിംഗിൽ ബ്രാഞ്ച് സ്റ്റോക്കും ഉണ്ടായിരുന്നു, ബ്രാഞ്ച് ഡെറ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സിന് ക്ലോസിംഗ് ബാലൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. നോക്കുക, ഈ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റിംഗ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റിലും അത് കാണിച്ചു തന്നിരുന്നു. എങ്കിലും ഒന്നും കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സെയിൽസ്, ടോട്ടൽ സെയിൽസ് 2,37,000 ഉണ്ടായിരുന്നു. 1,20,000 ക്യാഷ് സെയിൽസ് ആയിരുന്നു. കുറച്ചപ്പോൾ നമുക്ക് 1,17,000 കിട്ടി. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 88,000 ഇവിടെ പോസ്റ്റ് ചെയ്തു. ഡിസ്കൗണ്ട് അലൗഡ് 2,000 ക്രെഡിറ്റ് ചെയ്തു. സെയിൽസ് റിട്ടേൺ 6,000 ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ 1,29,000 ഡെബിറ്റ് സൈഡിൽ നിന്ന് ടോട്ടൽ ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് 33,000 കിട്ടി. സോ ആ 33,000 വേണം നമ്മളിവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ആയിട്ട് കാണിക്കാൻ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡാണ് ഏകദേശം കൂടുതൽ വരും. നോക്കിക്കഴിഞ്ഞാല് ഇവിടെ 3,50,000 ഓൾമോസ്റ്റ് ഒരു 4 ലാഖിനടുത്തുണ്ട്. ഇത് 2 ലാഖ് ഇവിടെ തന്നെ വരുമ്പോഴത്തേക്കും 3 ലാഖ് 3,50,000 4 ലാഖ് പ്ലസ് വരാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. സോ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. 33,000 പ്ലസ് 96,000 പ്ലസ് 2,08,000 പ്ലസ് 50,000 പ്ലസ് 15,000 പ്ലസ് 5,000 which is equal to 4,07,000. So 4,07,000. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഇവിടെ ബാലൻസ് കണ്ടുപിടിക്കാം. 4,07,000 മൈനസ് 2,000 മൈനസ് 16,000 മൈനസ് 20,000 മൈനസ് 3,15,000 മൈനസ് 12,000 മൈനസ് 30,000. സോ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,000 റുപ്പീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ ഞാൻ അത് കാണിക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് വന്നിരിക്കുന്നത് 12,000 ആയിരുന്നു സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് മെത്തേഡിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്വസ്റ്റിൽ പറയുന്ന അനുസരിച്ച് മാത്രം നമ്മൾ അതിനെ ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെറ്റർ സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുക. അവിടെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടും ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ടും മാത്രം വരയ്ക്കുന്ന ഒരു സാഹചര്യം വരുള്ളൂ. ഇൻവോയ്സ് പ്രൈസിംഗിൽ വന്നിരിക്കുന്നതിന്റെ കാൽക്കുലേഷൻ ഉണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്കിനുണ്ടാവാം, നെറ്റ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ചിനുണ്ടാവാം, ക്ലോസിംഗ് സ്റ്റോക്കിനുണ്ടാവാം. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് അതിടാം. ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റിപ്ലൈ തരാം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ് അടുത്തത് ഷെഡ്യൂൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കാണാം. ഇനി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ ആസ്പെക്ട് അറിയാനായിട്ടുള്ള ഒരു ക്ലാസ് അടുത്ത ദിവസം തന്നെ ഞാൻ റെഡിയാക്കി ഇടുന്നതാണ്. പിന്നെ ഇതിന്റെ ഇംപ്രസ്ഡ് സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാനായിട്ടുണ്ട്. പല ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് സ്വീകരിക്കുകയും ഗുഡ്സ് കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാകുന്ന ഇഫക്റ്റുകളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു.